കളിയിക്കാവിള കൊലപാതകത്തിൽ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്ന വാർത്ത വരുന്നു. കൊലയ്ക്ക് ഉപയോഗിച്ച കനം കുറഞ്ഞ നേർത്ത കത്തിയുടെ ഭാഗം കണ്ടെത്തി. വ്യക്തിവിരോധമല്ല, പണത്തിനായുള്ള കൊലപാതകമാണ് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. പ്രതിയുടെ അറസ്റ്റ് ഇന്നു തന്നെ ഉണ്ടായേക്കും. സലിം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സലിം, ഈ അറസ്റ്റ് എപ്പോഴാണ് ഉണ്ടാകുക? എന്താണ് ഇപ്പോൾ കൂടുതൽ ലഭിക്കുന്ന വിവരങ്ങൾ? സ്മിത, പ്രതിയെക്കുറിച്ച് നിർണായക സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, പ്രതിയായി സംശയിക്കുന്ന ഒരാളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും പ്രതിക്കൊപ്പം തന്നെ, അല്ലെങ്കിൽ പ്രതിക്ക് തൊട്ടരികിൽ തന്നെ പോലീസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പരമാവധി തെളിവുകൾ ഇന്നലെ തന്നെ പോലീസ് ശേഖരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ നീക്കങ്ങളും, ഈ പ്രതിയെന്ന് സംശയിക്കുന്നയാൾ കളിയിക്കവിളയിൽ കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് 400 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചതായി പോലീസ് കണ്ടെത്തിയിരുന്നു. അത് തമിഴ്നാട്ടിലേക്കാണോ അതോ കേരളത്തിലേക്കാണോ എന്നുള്ളതായിരുന്നു പോലീസ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചിരുന്നത്. അതിനുശേഷം പിന്നീട് ടവർ ലൊക്കേഷനുകൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണം നടത്തിയത്. പ്രത്യേകിച്ചും ദീപുവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസങ്ങൾക്കിടയിൽ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും ടവർ ലൊക്കേഷൻ പോലീസ് ശേഖരിച്ചു. അതിനുശേഷം അതേസമയം ദീപു ഉണ്ടായിരുന്ന അതേ സമയത്ത് കളിയിക്കവിളയിൽ ഉണ്ടായിരുന്ന ടവർ ലൊക്കേഷനുകൾ സോർട്ട് ചെയ്തതിനു ശേഷമാണ് ഈ നിലയിലേക്ക് പ്രതിയിലേക്ക് പോലീസ് എത്തുന്നത്. നിലവിൽ കേരളത്തിലും തമിഴ്നാട്ടിലും കേന്ദ്രീകരിച്ച് അന്വേഷണമുണ്ട്. പോലീസ് പറയുന്നത് ഇത് ഒരു മുൻവൈരാഗ്യത്തിന്റെ പേരിലല്ല, അതിന് അപ്പുറത്തേക്ക് പണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമായിരുന്നു. മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിന് ഈ നേരത്തെ തന്നെ ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് ദീപുവിനൊപ്പം കോയമ്പത്തൂരിലേക്കുള്ള യാത്രയിൽ ഒരാൾ കൂടി കയറിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അത് ആരാണ് എന്നുള്ള കാര്യത്തിൽ ബന്ധുക്കൾക്കോ തൊഴിലാളികൾക്കോ അറിയുകയുമില്ല. അയാളെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. JCB ഓപ്പറേറ്റർ ആണ് എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ JCB ഓപ്പറേറ്റർമാരെ എല്ലാവരെയും കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തിയിരുന്നു. മാത്രമല്ല, ഈ പോലീസ് ശേഖരിച്ചിരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഒരാൾ ആ കാറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനു മുൻപ് ആദ്യം ഈ കളിയിക്കവിളയിൽ കൊലപാതകം നടന്ന ഭാഗം കഴിഞ്ഞ് കുറച്ച് മുന്നിലേക്ക് തമിഴ്നാട് അതിർത്തി കടന്നിരുന്നു ഈ വാഹനം. അതിനുശേഷം തിരികെ വന്ന് വീണ്ടും ഈ കളിയിക്കവിള ഭാഗത്തേക്ക് വാഹനം നിർത്തിയിട്ട് തിരികെ വരികയും വീണ്ടും U-ടേൺ എടുത്ത് വീണ്ടും തമിഴ്നാട് പോകുന്ന ഭാഗത്തേക്ക് നിർത്തിയിടുകയുമായിരുന്നു ചെയ്തിരുന്നത്. അത് ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പോലീസ് അതിലെത്തിയിരിക്കുന്ന ഒരു നിഗമനം, ഈ മുൻ സീറ്റിൽ കയറിയ കൊലപാതകി കഴുത്തിൽ ആയുധം വെച്ചതിന് ശേഷം ഇദ്ദേഹത്തെ കൊണ്ട് തിരികെ ഈ CCTV ഇല്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുവരികയായിരുന്നു എന്നുള്ളതാണ്. ഈ കൊലപാതകം നടത്താനുള്ള സ്ഥലം ഉൾപ്പെടെ കൊലപാതകം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതായാണ് വിവരം. അതുകൊണ്ട് തന്നെ പോലീസ് ഈ ഒരാൾ നടന്നു പോകുന്ന ദൃശ്യം ലഭിച്ചിട്ടുണ്ടെങ്കിലും അത് ദൂരെ നിന്നുള്ള ഒരു ദൃശ്യമാണ്. അതുകൊണ്ട് തന്നെ കൊലപാതകി ആരാണെന്ന് വ്യക്തമാകാത്ത തരത്തിലുള്ള ഒരു ദൃശ്യമാണ് ഉള്ളത്. മാത്രമല്ല, ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നയാൾ ചെറുതായി മുടന്തുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് പോലീസിനെ വഴിതിരിച്ചു വിടാനുള്ള സാധ്യതയാണോ എന്നുള്ളതും പരിശോധിക്കുന്നുണ്ട്. എന്തായാലും കന്യാകുമാരി SP സുന്ദരവദനത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. 6 ടീമുകളായി കേന്ദ്രീകരിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലുമായി അന്വേഷണം നടത്തുന്നുണ്ട്. ദ്വീപുമായി ബന്ധപ്പെട്ട മുഴുവൻ ധനമിടപാടുകളെ കുറിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഏതെങ്കിലും തരത്തിലുള്ള ശത്രുതയുള്ളവരുണ്ടോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും മുൻവൈരാഗ്യമല്ല എന്ന് പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട്. കൊലയ്ക്ക് ഉപയോഗിച്ചത് കനം കുറഞ്ഞ നേർത്ത കത്തിയാണ് എന്നുള്ളതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ചെറിയ പീസുകൾ കാറിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്തു. തെർമോക്കോളൊക്കെ മുറിക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കത്തി ഉപയോഗിച്ചാണ് അത്തരത്തിൽ വളരെ ആഴത്തിൽ മുറിവുണ്ടാക്കാൻ കഴിയുന്ന ചെറിയ കത്തിയാണ് ഉപയോഗിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ായുള്ള സൂചനയുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആ ഔദ്യോഗികമായി പോലീസ് ആ വിവരം അറിയിക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യാനുള്ള സാധ്യതയും നിലവിലുണ്ട്. സലിം മാലിക്കാണ് വിവരങ്ങളുമായി ചേർന്നത്. കളിയിക്കവിള കൊലപാതകത്തിൽ നിർണായക വിവരങ്ങൾ, പ്രതിയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്നാണ് ഇപ്പോൾ സലിം മാലിക് റിപ്പോർട്ട് ചെയ്തത്. പ്രതിയുടെ അറസ്റ്റ് ഇന്നുണ്ടാകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ ആ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മൾ വീണ്ടും ചേരും. സലിം മാലിക്കുമായി.